നമസ്കാരം. ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ എന്റെ സ്ക്രീനിലോ ഒക്കെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ ഇടുന്ന് കണ്ടു നോക്കിയേക്കാം, വളരെ യൂസ്ഫുൾ ആവും. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഒരു നമ്മുടെ ചാനലിൽ ഒരു വാർണിംഗ് സ്ട്രൈക്ക്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാർണിംഗ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വാർണിംഗ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകൊള്ളുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നത്, എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. എന്റെ ചാനലിന്റെ ഡാഷ്ബോർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഡാഷ്ബോർഡിൽ ചാനൽ വയലേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അതിന്റെ താഴെയായിട്ട് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെങ്കിൽ സ്ട്രൈക്ക് ആയിട്ട് എന്റെ ചാനൽ വന്നിട്ട്, അതായത് 90 ഡേയ്സ് സ്ട്രൈക്ക് ആയിട്ടല്ല ഇത് വന്നിരിക്കുന്നത്. ഇതൊരു സ്ട്രൈക്ക് ആണ്, പക്ഷെങ്കിൽ ഇത് ആദ്യത്തേതായതുകൊണ്ട് ഇത് വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയ്ക്ക് അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാർണിംഗ് സ്ട്രൈക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. ഇനി നിങ്ങളുടെ ആരെങ്കിലും ചാനലിൽ ഇതേപോലെ ഒരു വാർണിംഗ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ വാർണിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് പോളിസി വയലേറ്റ് ചെയ്തിരിക്കുന്നത് ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ്. അതായത് നിങ്ങളുടെ ചാനലിൽ മറ്റെന്തെങ്കിലും പോളിസി വയലേഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരാനായിട്ട് പോകുന്നത്. സാധാരണ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കോ വന്നു കഴിഞ്ഞാൽ ആളുകൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആ വന്ന വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. നിങ്ങൾക്ക് പിന്നെ അതിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം സ്ട്രൈക്ക് വന്ന വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും രീതിയിലുള്ള പോളിസി നിങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അഥവാ നിങ്ങൾക്ക് ഉറപ്പാണ് അതിലൊരു വയലേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പീൽ ചെയ്യണം. അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി അപ്പീൽ ചെയ്ത് യൂട്യൂബ് റിജക്ട് ചെയ്തുകൊണ്ട് എനിക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ കേസിൽ അപ്പീൽ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെയായിട്ട് കാണും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്പീൽ ചെയ്യുക. അപ്പീൽ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, യൂട്യൂബ് ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് അത് പോളിസി വയലേഷൻ ഒന്നുമില്ല, യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കിലാണ് ആ ഒരു സ്ട്രൈക്ക് നമുക്ക് വന്നതെന്നുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്യും. അതല്ല, പോളിസി വയലേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിജക്ട് ആവും. ഇതേപോലെ റിജക്റ്റഡ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ, റിജക്റ്റഡ് എന്ന് പറയുന്ന കേസിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർണിംഗ് സ്ട്രൈക്ക് ആണ് ആദ്യം വന്നത്. ആ വാർണിംഗ് സ്ട്രൈക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ മറ്റൊരു ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഈ വാർണിംഗ് സെക്ഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുക. യുവർ കണ്ടന്റ് വാസ് റിമൂവ്ഡ് ഡ്യൂ ടു വയലേഷൻ ഓഫ് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ. അതേപോലെ തന്നെ യു ആർ റിസീവ്ഡ് എ വാർണിംഗ് സ്ട്രൈക്ക്. യു ക്യാൻ ടേക്ക് എ പോളിസി ട്രെയിനിങ് വിച്ച് വിൽ ബി റിമൂവ് ദ വാർണിംഗ് ആഫ്റ്റർ 90 days. അതായത് പോളിസി ട്രെയിനിങ് എടുത്തുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു വാർണിംഗ് സ്ട്രൈക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പോളിസി ട്രെയിനിങ് എടുക്കാനായിട്ട് പോവുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ കാണുന്ന ടേക്ക് ആക്ഷൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കി ഹൗ ഇറ്റ് ഇമ്പാക്ട്സ് യുവർ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ട് ചാനലിൽ കിടക്കും. അതേപോലെ തന്നെ വിസിബിലിറ്റി, വീഡിയോയുടെ വിസിബിലിറ്റി റിമൂവ് ആയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ ചില സാഹചര്യത്തിൽ നമ്മുടെ ചാനലിന്റെ തന്നെ മോണിറ്റൈസേഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? ഒരു വാർണിംഗ് സ്ട്രൈക്ക് വന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ചാനലിന്റെ തന്നെ മോണിറ്റൈസേഷൻ പോകും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രൈക്കുകൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സിംഗിൾ സ്ട്രൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പൊ ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബിഗിനിങ് റിവ്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു സെക്ഷനിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനത് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി പല പ്രാവശ്യം അത് വാച്ച് ചെയ്തത് കൊണ്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കണേ. ടേക്ക് എ പോളിസി ട്രെയിനിങ്. യുവർ വാർണിംഗ് വിൽ എക്സ്പയർ ഇൻ 90 days. അതായത് നമ്മൾ ഇന്ന് ഈ പോളിസി ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് 90 ദിവസത്തിന് ശേഷം ഈ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആവും. യുവർ കണ്ടന്റ് വോണ്ട് ബി പുട്ട് ബാക്ക് ഓൺ യൂട്യൂബ്. അതായത് ഇപ്പൊ ഈ സ്ട്രൈക്ക് വന്ന കണ്ടന്റ് ഇനി തിരിച്ച് യൂട്യൂബിലേക്ക് വരത്തില്ല. അതായത് ഈ വാർണിംഗ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ നിന്ന് 90 ഡേയ്സിന് ശേഷം മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് തിരിച്ച് കിട്ടത്തില്ല. അത് ആ പോയ വഴിക്ക് തന്നെ പോയി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് എ ഷോർട്ട് ട്രെയിനിങ്. അതായത് 7 ക്വസ്റ്റ്യൻസ് കാണാം. അതിന് കറക്റ്റ് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. അതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇഫ് യു വയലേറ്റ് ദിസ് പോളിസി അഗൈൻ വിത്തിൻ 90 days യു വിൽ ഗെറ്റ് എ സ്ട്രൈക്ക്. അതായത് ഇപ്പൊ വാർണിംഗ് സ്ട്രൈക്ക് ആണ്. ഈ സെയിം പോളിസി 90 ഡേയ്സിനുള്ളിൽ വീണ്ടും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അത് വരും. അതായത് വാർണിംഗ് ആയിട്ട് ഇനിയും വരത്തില്ല, ഇനി സ്ട്രൈക്ക് ആയിട്ടായിരിക്കും വരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഇഫ് യു വയലേറ്റ് ഡിഫറെന്റ് പോളിസി യു വിൽ ഗെറ്റ് എ വാർണിംഗ്. അതായത് യൂട്യൂബിന് ഒരു പോളിസി മാത്രമല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോളിസികളുണ്ട്. നിങ്ങൾ വേറൊരു പോളിസി, ഇപ്പൊ നമ്മൾ വേറൊരു പോളിസി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാർണിംഗ് ആയിട്ടായിരിക്കും വരുന്നത്.
ഓരോ പുതിയ പോളിസികൾ നമ്മൾ വയലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വാർണിംഗ് ആയിട്ടും സ്ട്രൈക്ക് ആയിട്ടും മാറി മാറി വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എന്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. മറക്കാതെ ആ വീഡിയോയുടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ സ്റ്റിൽ ഡിസൈഡ് ടു അപ്പീൽ ലേറ്റർ. അതായത് ഈ ഒരു കാര്യം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആണ്. ഇത് ചെയ്യണമെന്ന് അവർ നിർബന്ധിക്കുന്നില്ല. പക്ഷെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ആരുടെയെങ്കിലും ചാനൽ വാർണിംഗ് സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്പീൽ ചെയ്ത് ആ ഒരു വാർണിംഗ് സ്ട്രൈക്ക് ഒന്നുകിൽ റിമൂവ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി ട്രെയിനിങ് എടുത്തുകൊണ്ട് അത് റിമൂവ് ചെയ്യുക. കാരണം ഒരു വാർണിംഗ് സ്ട്രൈക്ക് വന്നു കിടന്നു കഴിഞ്ഞാൽ അതേ പോളിസി നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് ആയിട്ടായിരിക്കും വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു കാര്യം എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തോളുക. അപ്പൊ നമുക്ക് ഇവിടെ ടേക്ക് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 7 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പോളിസി വയലേറ്റ് ചെയ്തത് ഹാം ഓർ ഡേഞ്ചറസ് ആ ഒരു പോളിസിയാണ് വയലേറ്റ് ചെയ്തത്. അത് നമുക്ക് ഇവിടെ വായിച്ചു നോക്കാനായിട്ട് സാധിക്കും എന്താണ് സംഭവം എന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. അത് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ശരിയാക്കിയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഞാനിവിടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കൊടുത്തത് കറക്റ്റ് ആണ്. ഇനി ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ വായിച്ചു നോക്കാനൊന്നും പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യന്റെയും ആൻസർ ഇവിടെ കൊടുത്തു, അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ട്രൈ അഗെയിനിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ഇത് ശരിയാവും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അടുത്തത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഈ പോളിസീസ് ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ഞാനിവിടെ 7 ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നൈസ് വർക്ക്, യു ആർ കംപ്ലീറ്റ് ദ ട്രെയിനിങ്. ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് യുവർ വാർണിംഗ് വിൽ എക്സ്പയർ ഓൺ ഒക്ടോബർ 18, 2024 ഒക്ടോബർ 18, അതായത് 90 ഡേയ്സിന് ശേഷം. ഇന്ന് ജൂലൈ 20 ആണ്. ജൂലൈ 20 തൊട്ട് ഒക്ടോബർ 18 വരെയാണ് ഈ ഒരു സ്ട്രൈക്ക് എന്റെ ചാനലിൽ ഉണ്ടാവുക. അത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ കറക്റ്റ് ഡേറ്റിൽ റിമൂവ് ആവും. ഇനി നമുക്ക് ഇവിടെ ക്ലോസ് ട്രെയിനിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റഡ് ജൂലൈ 20 കംപ്ലീറ്റ് ചെയ്തു. നമുക്കിത് ഒക്ടോബർ 18 ഈ സംഭവം നമ്മുടെ ചാനലിൽ നിന്ന് ഈ സ്ട്രൈക്ക് മാറും എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ചാനൽ വയലേഷൻ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ വാണിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്, ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇനി ഒക്ടോബർ 18 വരെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷമേ ഇത് മാറത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വാർണിംഗ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യാൻ. നിങ്ങളുടെ ആരെങ്കിലും ചാനലിൽ വാർണിംഗ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തോളുക. അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം വേറൊന്നുമല്ല, ഈ വാർണിംഗ് സ്ട്രൈക്ക് നമുക്ക് തരുന്നതിന്റെ ഉദ്ദേശം 3 സ്ട്രൈക്കുകൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും. മനസ്സിലായോ? അപ്പൊ ഈ 3 സ്ട്രൈക്കുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ചാനലുകൾ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഈ വാർണിംഗ് സ്ട്രൈക്കിന്റെ ഒരു പരിപാടി കൊണ്ടുവന്നത്. വാർണിംഗ് സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മിസ്റ്റേക്കുകൾ പറ്റാം. അപ്പൊ അതുകൊണ്ട് ആ മിസ്റ്റേക്ക് ഡയറക്റ്റ് ഒരു സ്ട്രൈക്ക് ആയിട്ട് കൊടുക്കാതെ ആദ്യം ഒരു വാർണിംഗ് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു വയലേഷൻ ചെയ്യുകയാണെങ്കിൽ അന്നേരമാണ് അവർ അത് സ്ട്രൈക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പോളിസി എന്തായാലും എനിക്ക് തോന്നുന്നത് നല്ലൊരു പരിപാടിയാണ്. കാരണം മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. മുമ്പ് നേരെ അടിച്ച് സ്ട്രൈക്ക് ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബേഴ്സിന്റെ ഒക്കെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഈ വാർണിംഗ് സ്ട്രൈക്കിനെ വലിയ റിസ്ക് ഉള്ള കാര്യമായിട്ട് പലരും കാണുന്നില്ല. അപ്പൊ അത് പിന്നീട് പണിയായിട്ട് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാക്സിമം ഈ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിലേക്കും എത്തിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതോടൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ടെലഗ്രാം ചാനൽ ഉണ്ട് കേട്ടോ. ആ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിലൂടെ ഞാൻ പല അപ്ഡേറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ടെലഗ്രാമിലും ഇനി ആക്റ്റീവ് ആയിട്ട് വീഡിയോകൾ ടെലഗ്രാമിലും ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ. അപ്പൊ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമുക്ക് യൂട്യൂബിൽ വലിയൊരു വീഡിയോ ആക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ, ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ടെലഗ്രാമിലൂടെ ആയിരിക്കും ഇനി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മറക്കാതെ ടെലഗ്രാം ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നടത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.